എന്തുമാത്രം മനപ്രയാസങ്ങളിലൂടെയാണല്ലേ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ടെങ്കിലും മാനസികമായ ഒരു സ്വാസ്ഥ്യം പലപ്പോഴും നമുക്ക് കിട്ടാക്കനിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും വ്യാകുലരായി ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു വചനം ആശ്വാസത്തിൻ്റെ ഒരു തെളിനീരായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലസൗഫ യുഅ്തീക റബ്ബുക ഫതർള. നബിയെ, അങ്ങേക്ക് നാം ഒരുപാട് കാര്യങ്ങൾ നൽകുമെന്നാണ് അള്ളാഹു പറഞ്ഞതിൻ്റെ സാരാംശം. ഫതർള, അങ്ങ് സംതൃപ്തി അടയുവോളം. എന്താണ് നൽകുക എന്ന് അവിടെ പറഞ്ഞിട്ടേയില്ല. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു ട്രില്യണറാണ് എലോൺ മസ്ക്. നമുക്കൊരു ബ്ലാങ്ക് ചെക്ക് തന്നിട്ട് പറയാണ്, ഇതിൽ നിനക്ക് വേണ്ട തുക എഴുതി വെച്ച് അത് ബാങ്കിൽ നിന്ന് നീ എടുത്തോ എന്ന് പറഞ്ഞാൽ എത്രമാത്രം സന്തോഷമായിരിക്കും. എന്നാൽ ഇവരെയെല്ലാം പടച്ച, ഈ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹുവാണ് നബിയോട് പറയുന്നത്, അങ്ങേക്ക് ഇഷ്ടമുള്ളത് തൃപ്തിയാവോളം തരുമെന്ന്. ശരിക്കും നമ്മുടെ ഒരു പ്രതീക്ഷയും അതിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചാൽ അത് നമുക്കും കിട്ടുമെന്നുള്ളതാണ്. ഖുർആനിലെ ഓരോ ആയത്തും ഇങ്ങനെ വലിയ അത്ഭുതങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പല ആശയങ്ങളാണ്. ഇവിടെ തന്നെ മെൽ ഓൺലൈൻ മദ്രസയിൽ ഡെയിലി റിമൈൻഡർ ചാർട്ടിലൂടെ ഞങ്ങൾ കുട്ടികളോട് പറയാറുണ്ട്, ഒരു ദിവസത്തിൽ 20 മിനിറ്റെങ്കിലും ഖുർആൻ ഓതണമെന്ന്. ഇതുപോലെ അർത്ഥമറിഞ്ഞ് വേണം അവർ പാരായണം ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധവുമാണ്. സോ ഞങ്ങളുടെ കുട്ടികൾ ആ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ഖുർആൻ പാരായണത്തിലും അർത്ഥം ഗ്രഹിക്കുന്നതിലും ഞങ്ങൾ അവരെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്നു.